Hello, good morning. Today's date, ഇന്നത്തെ ഡേറ്റ് ആണ് 23 സെപ്റ്റംബർ 2025. ഇന്നാണ് ഫസ്റ്റ് വീഡിയോ. എന്തിൻ്റെ ബിഗിനിങ് ആണെന്നറിയോ? ടുഡേ ഈസ് ദ ബിഗിനിങ് ഓഫ് ഇവോട്ട്. നമ്മൾ വലുതായിട്ടൊന്നും പറയുന്നില്ല, നമ്മൾ വീഡിയോയ്ക്കകത്തേക്ക് കടക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ടോപ്പിക്കാണ് സം അൺബിലീവബിൾ ട്രാൻസ്ഫേഴ്സ് ഓഫ് ഫുട്ബോൾ. മെയിൻലി ഫസ്റ്റ് ട്രാൻസ്ഫർ എൻ്റെ മനസ്സിൽ കയറി വരുന്നത് റാഷ്ഫോർഡ് ടു ബാർസലോണയാണ്. റാഷ്ഫോർഡ് ടു ബാർസലോണ അത് ആദ്യമേ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ബട്ട് ഈ റീസെൻ്റായിട്ടാണ് നടന്ന മാച്ച് 2-1 പൊട്ടിച്ചായിരുന്നു. ഗെറ്റഫെ ആണെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പം നോക്കിയിട്ട് അത് ന്യൂ കാസിലായിട്ടായിരുന്നു. പിന്നെ രണ്ടിടത്തുനിന്ന് ന്യൂ കാസിലിൻ്റെ ഒരു പുതിയ സ്ട്രൈക്കർ പോയിരുന്നു ലിവർപൂളിലേക്ക്. മെയിൻലി അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു അവർക്ക്. അറ്റ്ലീസ്റ്റ് ഒരു ഗോൾ അടിച്ചു. പക്ഷേ റാഷ്ഫോർഡ് അതിൻ്റെ അത് തീ കളിയായിരുന്നു. 2 ഗോൾ അങ്ങേര് അടിച്ചു. ആദ്യമേ എനിക്ക് റാഷ്ഫോർഡിനെ ഇഷ്ടമല്ലായിരുന്നു. കാരണം ബാർസലോണയ്ക്ക് വേണ്ടതൊരു കിടിലൻ ഡിഫൻഡറാണ്. ഡിഫൻസ് അവരുടെ മെയിൻ വീക്കാണ്. ഡിഫൻസ് വീക്കായതുകൊണ്ട് ആപ്പാട് കളിക്കുന്ന അതിൻ്റെ ഇടയിൽ ഡിഫൻസ് കളിക്കുന്ന ഇതിൽ എന്തുവാ ക്രിസ്റ്റൻസ് എന്ന് കളിക്കത്തില്ല, എല്ലാം വാഴ ആപ്പാട് കളിക്കുന്നില്ല. ഇനീഗോ മാർട്ടീനസും പാക്കു ബാർസയായിരുന്നു. ഇനീഗോ മാർട്ടീനസ് അല്ല, സോറി പോയി. അതൊരു മണ്ടത്തരമായിരുന്നു. അങ്ങനെ യൂറോപ്പിൽ നിന്ന് കളിക്കേണ്ട ആയിരുന്നു. സ്പാനിഷ് ലീഗ് ഈ ലോകത്തെ ബെസ്റ്റ് ലീഗാണ്. ബട്ട് പ്ലെയർ ചൂസ് മണി ഓവർ കരിയർ. മെയിൻലി അതെനിക്ക് എംബാപ്പയോട് പറയണമെന്നുണ്ട്. പക്ഷേ നമ്മൾ പറയുകയാണെങ്കിൽ റാഷ്ഫോർഡിൻ്റെ ബാർസലോണയിൽ പോയത് കിട്ടിയ സൂപ്പർ ഇതായിരുന്നു, ട്രാൻസ്ഫർ ആയിരുന്നു. ബിക്കോസ് ബാർസലോണ നീഡഡ് സമ്മൺ. അവരാദ്യമേ നിക്കോ വില്യംസിനെ ട്രൈ ചെയ്തു. നിക്കോ വില്യംസ് ബിട്രേ ചെയ്തെന്നാണ് ബാർസലോണ ഫാൻ, അതായത് ഞാനും ഇപ്പോൾ വിശ്വസിക്കുന്നത്. മെയിൻലി ബിട്രേ ചെയ്തതാണെന്ന് ആർക്കറിയാം? നമുക്കറിയാവോ? നമുക്കറിയാൻ പറ്റത്തില്ല എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. പിന്നെ അറിയാം, ഞാൻ ആലോചിച്ചിട്ട് പറയാം. പിന്നെ ദ ബെസ്റ്റ് ട്രാൻസ്ഫർ ഓഫ് 2025 ആയിരുന്നു, 4 ആയിരുന്നു. എന്തായാലും ഇപ്പോഴും അങ്ങനെ ബെസ്റ്റ് പ്ലെയർ ആണ് ആന്റണി, വൺ ആൻഡ് ഓൺലി ആന്റണി ടു റിയൽ ബെറ്റിസ്. പുള്ളി മാഞ്ചസ്റ്ററിൽ ചെന്നപ്പോൾ ആവറേജ് പോലും പറയാൻ പറ്റത്തില്ല. വെറും കൊള്ളാത്ത കളി, വൃത്തികെട്ട കളി. അങ്ങനെ നിന്നൊരാളാണ് ഇപ്പം എന്തോ ലീഗിൻ്റെ ഫൈനൽ വരെ എത്തിച്ച്. പക്ഷെ ആ ഫൈനൽ പൊട്ടി. ആഫ്റ്റർ 70 or 80 സംതിങ് ഇയേഴ്സ് ആ ഫൈനൽ അവർ പൊട്ടി. കാരണം അവരെ എതിര് നിന്നത് ചെൽസി ആയിരുന്നു. ചെൽസി കിടിലൻ പ്ലെയർ അല്ലേ. പക്ഷേ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഴിഞ്ഞ ദിവസം നടന്ന മാച്ചാണ്. മാൻ യുണൈറ്റഡ് പടിയായി പൊട്ടിക്കൊണ്ടിരുന്ന സമയത്ത് PSG പൊട്ടിച്ച ചെൽസിയെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 2-1 പൊട്ടിച്ച്. അത് കണ്ടപ്പോൾ എനിക്ക് അമ്മർക്ക് കളിക്കാൻ അറിയാം, എന്താണെന്ന് അറിയത്തില്ല. കളിക്കാത്ത അറിയാം അമ്മമാർക്ക്. അല്ലേ അമ്മമാരൊന്നും ഇല്ലടാ. എന്നാലും ആന്റണി പോയൊരു മിറാക്കിൾ നടത്തിയിട്ടാണ് ഇപ്പം നടക്കുന്നത്. റിയൽ ബെറ്റിസിന് എങ്ങനെയൊക്കെ 80 മില്യൺ ഉണ്ടാക്കി കൊടുത്ത് മാഞ്ചസ്റ്ററിന്. ഫ്രീഡ് ഫ്രം ഒനാന, ഫ്രീഡ് ഫ്രോം ഒനാന. ഒനാന പോയി ഇപ്പോൾ കിട്ടിയിലും കളിയാവും. ഏത് ടീമിലാണോ പോയെങ്കിലും. ഒനാന ഏത് ടീമിലാണ് പോയത് ഞാൻ നോക്കിട്ട് വരാം. ഞാനിപ്പോൾ ചേർത്തത് ട്രാബ്സോൺസ്പോർ ആണ്.
ട്രാപ്സോൺ സ്കോർ ഈ ഒരു മാച്ച് കളിച്ച് പുള്ളി കിട്ടിയിലും സേവ്സ് മാൻ ഓഫ് ദ മാച്ച് പുള്ളിയായിരുന്നു. ക്ലീൻ ഷീറ്റ് ആയിരുന്നു ആ ഒരു മാച്ച്. വല്ലതും തകർക്കുമെന്ന് അറിയത്തില്ല. ആ മാച്ച് അത്രയും കെട്ടതാക്കി ആരാണെന്നറിയോ? റൊണാൾഡോ കളിക്കുമ്പോൾ ഇങ്ങേർക്ക് റൊണാൾഡോയ്ക്ക് കിടിലുമായിട്ട് കളിക്കാൻ അറിയാമല്ലോ. ബേസിക്കലി ഞാൻ നെയ്മർ ഫാൻ. ദെൻ വയ്യാമൈ കൂടുതൽ കളിക്കാൻ അറിയാം റൊണാൾഡോയ്ക്ക്. ഇങ്ങനെ എന്നിട്ട് കുറേ പെനാൾട്ടിയൊക്കെ മിസ്സാക്കണം. പെനാൾഡോ അല്ലയോ, പെനാൾട്ടി എങ്കിലും മിസ്സാക്കണ്ടായോ? പിന്നെ ഒരു കാര്യം, മെസ്സിക്ക് വേൾഡ് ഫൈനലി പെനാൾട്ടി കിട്ടിയെന്ന് പറഞ്ഞു. പെനാൾട്ടി ഷൂട്ട് ഔട്ടില്ല ജയിച്ചായിരുന്നു. എന്നിട്ട് ഇപ്പം നടന്ന ഫൈനലി റൊണാൾഡോ തോറ്റെന്താ? അങ്ങനെയൊക്കെ പെനാൾട്ടി കിട്ടിയില്ലയോ? പെനാൾട്ടി അടിച്ചാൽ കയറ്റണം. 5-2 പൊട്ടിയേക്കുന്നു തോട്ടന്മാർ. പിന്നെ നെയ്മറിന് വേൾഡ് കപ്പില്ലെന്ന് പറയുകയാണെങ്കിൽ ഇവിടെ 5 സ്റ്റാറുണ്ട്. അത് അപ്പൂപ്പന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞാലും പോർച്ചുഗലിന് എത്ര അപ്പൂപ്പന്മാരുണ്ടായിരുന്നു. യൂസെബിയോ, ലൂയിസ് ഫിഗോ, പിന്നെ ആരായിരുന്നു ലൂയിസ് ഫിഗോ, കുറേ ഉണ്ട് പ്ലെയേഴ്സ് ഉണ്ട്. അവരൊക്കെ ഉണ്ടല്ലോ. പിന്നെന്താ അവർക്കടിക്കാനും 5 എണ്ണം ഉണ്ട് വേൾഡ് ചാമ്പ്യൻസ്. അർജൻറ്റീനയ്ക്ക് പോലും അത്ര ഉണ്ടാക്കാൻ പറ്റില്ല. പെലെയാണോ ഗോട്ട്? പെലെ. പിന്നെ നമ്മുടെ ഇതിലേക്ക് കടക്കാം. സോ ഇന്ന് നമുക്ക് 2 പേരെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. ബട്ട് നമുക്ക് ഇനിയും കാണാം. കാരണം വീഡിയോ ഡ്യൂറേഷൻ കുറച്ച് വലുതായിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരിക്കുന്നത്. സോ അടുത്ത പാർട്ടിൽ കാണാം. അപ്പോഴത്തേക്ക് പീസ്.